നല്ല ഒന്നാം തരം പെൻഷൻ മേടിച്ച് ഇഷ്ടം പോലെ തിന്നിട്ട് നേരെ എതിരെ വോട്ട് ചെയ്തു. അതിന്റെ പേര് ഒരുമാതിരി പിറപ്പ് പണി എന്ന് പറയും. ആശാനെ എന്ന് വിളിച്ച വാ കൊണ്ട് തന്നെ പറയട്ടെ, മണി ആശാനെ, വെൽഫെയർ ക്ഷേമം അത് നിങ്ങളുടെ ഒന്നും കുത്തകയല്ല, പൗരന്റെ അവകാശമാണ്. നിങ്ങളെ ഭരിക്കാൻ ഞങ്ങൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരേണ്ട കടമകളിൽ ഒന്ന് മാത്രമാണ് ഈ വെൽഫെയർ ക്ഷേമം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ CPM-ന്റെ കനത്ത തിരിച്ചടിക്ക് CPM-ന്റെ മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ MM മണി നടത്തിയ പ്രസ്താവന മേലെ പറഞ്ഞതുപോലെ കടുത്ത അരോചകമാണ്, പ്രതിഷേധാർഹമാണ്. പെൻഷൻ കൊടുത്താൽ വോട്ട് തന്നുകൊള്ളണം എന്ന MM മണിയുടെ ചിന്താഗതി CPM-കാരുടെ ചിന്താഗതി തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഒരു അധോലോക കച്ചവടമായി കാണുന്നതിന് തുല്യമാണ് ഈ MM മണിയുടെ ഈ പ്രസ്താവന. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ക്ഷേമ പെൻഷൻ കൂട്ടി നൽകുന്നത് വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ടാണെന്ന് സമ്മതിക്കുക കൂടിയാണ് ഇപ്പോൾ ഈ പ്രസ്താവനയിലൂടെ MM മണി എന്ന മുതിർന്ന MLA ചെയ്തു. ജനാധിപത്യത്തിൽ വോട്ട് എന്നത് ഒരു പൗരന്റെ സമ്മതിദാന അവകാശമാണ്. അത് വിൽക്കാനോ വാങ്ങാനോ ഉള്ള ചരക്കല്ല. ഞാൻ നിനക്ക് കാശ് തന്നു, നീ എനിക്ക് വോട്ട് തരണമെന്ന CPM നേതാവിന്റെ ചിന്ത ജനപ്രാതിനിധ്യ നിയമപ്രകാരം വോട്ടർമാരെ സ്വാധീനിക്കാൻ പണം നൽകുന്നതിന്, ഇലക്ട്രൽ ബ്രൈബറി എന്ന ക്രിമിനൽ കുറ്റത്തിന് വ്യക്തമായൊരു സപ്പോർട്ടാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേവലം ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ നിരാശയിൽ നിന്നുള്ള വൈകാരികമായ ഒരു ബഹിർസ്ഫുരണമൊക്കെ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു പ്രകടനമായി ലഘൂകരിക്കാനൊന്നുമാകില്ല, മറിച്ച് ജനാധിപത്യ സംവിധാനത്തിൽ ഒരു വോട്ടറും ഭരണകൂടവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള തികച്ചും വികലവും വംശീയവും മാർക്സിസ്റ്റ് ഫ്യൂഡൽ മനോഭാവം നിറഞ്ഞതുമായ ഒരു ബോധത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ഇതല്ലാതെ വേറൊരു വാക്കുകൊണ്ട് ഇതിന് വിശേഷിപ്പിക്കാനുമായില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തന്നെ നമ്മുടെ രാജ്യത്ത് ഒരു ക്ഷേമരാഷ്ട്രം, വെൽഫെയർ സ്റ്റേറ്റ് ആയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ഷേമം ഉറപ്പുവരുത്തേണ്ടത് ഭരണകൂടത്തിന്റെ കർത്തവ്യമാണ്, സ്റ്റേറ്റിന്റെ ഭരണഘടനാപരമായ ബാധ്യതയാണ്. അതേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ നേതാവിന്റെയോ ഔദാര്യമാണെന്ന് കരുതി ഞെളിഞ്ഞിരിക്കരുത്. ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്കുള്ള പണം MM മണിയുടെയോ മറ്റേതെങ്കിലും CPM നേതാക്കളുടെയോ സ്വകാര്യ സമ്പാദ്യത്തിൽ നിന്നോ കുടുംബസ്വത്തിൽ നിന്നും കൊണ്ടുവരുന്നതല്ല. അരിയും ഉപ്പും മുതൽ ബസ് ടിക്കറ്റ് വരെ നാട്ടിൽ പെൻഷൻ വാങ്ങുന്നവരും അല്ലാത്തവരുമായ നിരവധി പേർ, പാവപ്പെട്ടവർ, സാധാരണക്കാർ, ഇടത്തരക്കാർ, ഇവരൊക്കെ നേരിട്ടും അല്ലാതെയും ഒക്കെ അതിനുള്ള നികുതി പണം നൽകുന്നുണ്ട്. അതിൽ നിന്നുമാണ് സർക്കാർ ഖജനാവ് നിറയുന്നതും അതിൽ നിന്നുമാണ് ഇത്തരമുള്ള പെൻഷൻ അടക്കമുള്ള ക്ഷേമ പദ്ധതികൾക്കുള്ള പണം കണ്ടെത്തുന്നത്. ജനങ്ങളുടെ പണത്തിന്റെ ഒരു ഭാഗം തന്നെ ഭരണഘടനാപരമായ ക്ഷേമ പ്രവർത്തനം എന്ന ആശയത്തിൽ ജനങ്ങൾക്ക് തന്നെ തിരികെ നൽകുന്ന പ്രക്രിയ മാത്രമാണ്. ഇതിനെ ഭരണാധികാരികൾ പ്രജകൾക്ക് നൽകുന്ന ഭിക്ഷയായി, ഔദാര്യമായി കാണുന്ന മനോഭാവം രാജഭരണകാലത്തെ സ്മരിപ്പിക്കുന്നതാണ്. അത് ഇക്കാലത്ത് ജനാധിപത്യത്തിന് ഒട്ടും ചേർന്നതല്ല ഈ CPM-ന്റെ ഈ നിലപാട്. ഏത് സർക്കാരായാലും ആ സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത് കൊണ്ട് മാത്രം ഒരു പൗരനും ഭരണകൂടത്തിന് അടിമപ്പെടുന്നില്ല. അതാണ് ജനാധിപത്യം. സർക്കാരിന്റെ നയങ്ങളോടുള്ള വിയോജിപ്പ് ബാലറ്റ് രേഖപ്പെടുത്താൻ ഓരോ പൗരനും അവകാശമുണ്ട്. അതും ജനാധിപത്യമാണ്. ആ അവകാശം വിനിയോഗിച്ചതിനെയാണ് പിറപ്പ് പണി എന്ന് വിളിച്ചുകൊണ്ട് MM മണി ആക്ഷേപിച്ചിരിക്കുന്നത്. പിറപ്പ് പണി എന്ന പ്രയോഗം അങ്ങേയറ്റം ഹീനവും മനുഷ്യവിരുദ്ധവുമാണ് എന്നുകൂടി MM മണി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. പാരമ്പര്യമായി ലഭിക്കുന്ന മോശം സ്വഭാവം അല്ലെങ്കിൽ ജന്മനായുള്ള തകരാർ എന്നൊക്കെയാണ് ഇതിന്റെ വിവക്ഷ. തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വോട്ട് ചെയ്യാത്തൊരു ജനതയ്ക്ക് ജന്മനാ തകരാറുണ്ടെന്നും അവർ ആ രീതിയിൽ നന്ദി കെട്ടവരാണെന്നും പറയുന്നത് വോട്ടർമാരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യലാണ്. തങ്ങൾ നൽകുന്ന അപ്പകഷ്ണങ്ങൾക്ക് നന്ദി പറഞ്ഞ് വാലാട്ടി നിൽക്കേണ്ടവരാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അടിസ്ഥാന വിഭാഗ ജനങ്ങൾ. അടിയാന്മാർ എന്ന യജമാന മനോഭാവവും വംശീയ ചിന്തയുമാണ് ഇതിൽ നീളിക്കുന്നത്. പുതുതായി കേരളത്തിൽ രൂപീകൃതമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇത് പറയുന്നതെങ്കിൽ മനസ്സിലാക്കാം. പക്ഷേ ഇത് കേരളം രൂപീകൃതമാകുന്നതിന് മുമ്പേ ഇവിടെ ഉള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. ഇത്തരം വംശീയവും മനുഷ്യവിരുദ്ധവുമായ അധിക്ഷേപങ്ങൾ നടത്തുന്ന മുതിർന്ന നേതാക്കൾ CPM പാർട്ടിയുടെ ഇന്നത്തെ ബാധ്യതയാണ്, ദുരവസ്ഥയാണ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതും തോൽക്കുന്നതും ജനാധിപത്യത്തിൽ സ്വാഭാവികം. എന്നാൽ തോൽവിക്ക് കാരണം ജനങ്ങളുടെ ജനിതക തകരാറാണ് എന്നിവരെ പറയുന്നത്, അവർ ജനിച്ചപ്പോഴുള്ള തകരാറാണെന്ന് പറയുന്നത് ഫാസിസത്തിന്റെ വിത്ത് തന്നെയാണ്. ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായി ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്ന MM മണിയെപ്പോലുള്ളവർ ആശാൻ എന്ന വിളിപ്പേരിന് അർഹനയല്ല. കേരളത്തിന് തന്നെ അപമാനമാണ്. CPM എന്ന പാർട്ടിക്ക് ജനങ്ങളുടെ അല്പമെങ്കിലും ബഹുമാനവും എത്തിക്സും ഉണ്ടെങ്കിൽ ജനങ്ങളെ റിസൾട്ട് അറിഞ്ഞ് പരസ്യമായി അധിക്ഷേപിച്ച MLA-ക്കെതിരെ മാതൃകാപരമായ അച്ചടക്കം സ്വീകരിക്കാനും അദ്ദേഹത്തെ
പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തയ്യാറാണെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്, ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. പൊതുസമൂഹത്തോട് നിരുപാധികം മാപ്പ് പറയാനും ഈ CPI നേതൃത്വം തയ്യാറാകണം. അല്ലാത്ത പക്ഷം MMMയുടെ ഫ്യൂഡൽ ധിക്കാരം പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടായി ഇനിയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ജനം വിലയിരുത്തുമെന്നതിൽ ഒരു സംശയവുമില്ല. കാലിടറുമ്പോൾ ഒരു തട്ട് നൽകാൻ പലരും കാണും. പക്ഷേ കാലിടറാതെ നോക്കണമെങ്കിൽ ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ പറയരുത്. ഇതുപോലെ മണ്ടത്തരങ്ങൾ പറയുന്നവരെ വച്ച് വാഴിപ്പിക്കരുത്.